വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 14, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകന്റെ ശിരച്ഛേദനം. അക്കാലത്ത് സാമന്തര രാജാവായ ഹെരോദേസ് യേശുവിന്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തന്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെരോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവൻ ഇതു ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെരോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെരോദേസിന്റെ ജന്മദിനത്തിൽ ഹെരോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരുക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തന്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്ത് അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കുറ്റബോധം മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനേ ഉപകരിക്കൂ. യേശുവിനെ പറ്റിയുള്ള സത്കീർത്തി നാട്ടിലെങ്ങും പരന്നിരുന്ന ഒരു അവസരമായിരുന്നു അത്. ജനങ്ങൾക്കെല്ലാം യേശുവിന്റെ പ്രബോധനത്തിനോടും പ്രവർത്തന ശൈലികളോടും പ്രവർത്തനങ്ങളോട് പൊതുവിലും വളരെയേറെ മതിപ്പ്, വളരെയേറെ ആദരവും ജനങ്ങൾ പ്രകടിപ്പിക്കാൻ ഇടവന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും യേശുവിനെ സംബന്ധിച്ചുള്ള ഈ വാർത്ത രാജാവായ ഹെരോദസിന്റെ ശ്രദ്ധയിൽപ്പെടാനിടവന്നു. പണ്ട് മുതൽ തന്നെ ഒരു പ്രതിയോഗി എന്ന രീതിയിൽ കരുതപ്പെട്ട് ഇരുന്ന യേശുവിനെ പറ്റിയുള്ള ഈ വാർത്ത ഹെരോദസ് രാജാവിനെ തികച്ചും അസ്വസ്ഥതയാണ് ഉളവാക്കിയത്. ഈ അസ്വസ്ഥതയ്ക്ക് ഒരു നിദാനം താൻ ചെയ്ത വലിയ ഒരു കുറ്റബോധം തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം രാജാവിൽ വളരെ സാരമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ചക്രവർത്തി യേശുവിനെ സംബന്ധിച്ചുള്ള നല്ല അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളിൽ നിന്ന് കേൾക്കാനിടവന്നപ്പോ ചക്രവർത്തി അതിനെ വ്യാഖ്യാനം കൊടുക്കാനിടവന്നത് താൻ ശിരച്ഛേദനം ചെയ്ത യോഹന്നാൻ പുനർജീവിച്ച് യോഹന്നാന്റെ ആത്മാവ് യേശുവിൽ പ്രവേശിച്ച് ആ ആത്മാവ് മുഖേനയാണ് യേശു ഇതെല്ലാം ചെയ്യുന്നത് എന്ന രീതിയില് ആണ് ഹെരോദസ് രാജാവ് വിചാരിക്കാനിടവന്നത്. ഈ അവസരത്തിലാണ് രാജാവ് പണ്ട് ചെയ്യാനിടവന്ന ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് സുവിശേഷകനായ മത്തായി നമ്മോട് പറഞ്ഞു തരുന്നത്. ഹെരോദസ് രാജാവ് തന്റെ ഇളയ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യയുമായി വേഴ്ചയിലായിരുന്നു. ഒരുതരം വെപ്പാട്ടി എന്ന രീതിയിലാണ് ഹെറോദിയയെ രാജാവ് ഹെരോദേസ് വെച്ചിരുന്നത്. ഇത് നാട്ടുകാർക്കൊക്കെ അറിയാം. അവർക്കൊക്കെ ബോധ്യമുണ്ട് രാജാവ് ചെയ്യുന്നത് ശരിയല്ല എന്ന്. പക്ഷേ ഒരാളും രാജാവിനോട് അതേപ്പറ്റി സൂചിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് ധൈര്യപ്പെട്ടില്ല. എന്നാൽ വളരെ ആദർശധീരതയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ മാംദാനാണ് ഈ സത്യം ഗ്രഹിച്ചപ്പോൾ ധീരമായ രീതിയിൽ തന്നെ രാജാവിന്റെ അടുത്ത് ചെന്ന് സവിനയം രാജാവിനോട് ഈ തെറ്റ് തിരുത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.
സ്വാഭാവികമായിട്ട് രാജാവിന് ആ ക്ഷണം മുതലേ യോഹന്നാൻ മാംദാന കണ്ണിലെ കരടായി തീർന്നു. രാജാവിനേക്കാൾ ഫിലിപ്പിന്റെ ഭാര്യയായ ഹെറോദിയയ്ക്കാണ് വൈരാഗ്യം അതികലശലായിട്ട് ഉണ്ടാകാനിടവന്നത്. ഹെറോദിയ യോഹന്നാനെ വകവരുത്തണം എന്ന രീതിയിലെ അങ്ങ് മനസ്സിൽ നീറിപ്പുകയാനിടവന്നു. അതിനൊരവസരം കാത്തിരിക്കുകയാണ് ഹെറോദിയ. കാരണം ജനങ്ങൾ പൊതുവെ യോഹന്നാനെ ബഹുമാനത്തോടു കൂടിയാണ്, ഒരു പ്രവാചക തുല്യമാണ് ബഹുമാനിച്ചിരുന്നത്. ആ അവസരത്തിലാണ് ഹെറോദേസ് രാജാവിന്റെ ജന്മദിനാഘോഷം ഉണ്ടാകുന്നത്. ആ ജന്മദിനാഘോഷം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കാനിടവരുന്നു. സൽക്കാരവും നൃത്തവും സംഗീതവും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷ പരിപാടികൾക്കാണ് രൂപം കൊടുത്തത്. അതിൽ നൃത്തം ചെയ്യാൻ വേണ്ടി അമ്മയായിട്ടുള്ള ഹെറോദിയ മകളെ ഒരുക്കി നിർത്തി. അങ്ങനെ മകള് ഭംഗിയായി ആ കൃത്യം നിർവഹിച്ചു. അതിൽ സംപ്രീതനായിട്ടുള്ള ഹെറോദേസ് രാജാവ് മകൾക്ക് ആവശ്യപ്പെടുന്ന സമ്മാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഹെറോദിയ ഇതൊരവസരമായിട്ട് കരുതി മകളോട് പറയുന്നു, നീ വേറെ ഒന്നും ആവശ്യപ്പെടേണ്ട, യോഹന്നാൻ മാംദാനയുടെ ശിരസ് ഒരു താലത്തിൽ എനിക്ക് തരാൻ രാജാവിനോട് പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ഹെറോദിയ പകരം വീട്ടിയത്. ഹെറോദിയയുടെ മകൾ രാജാവിനോട് അങ്ങനെ വിവരം അറിയിച്ചപ്പോ മാനുഷികമായ രീതിയിൽ രാജാവിന് ഒരു വിഷമ സന്ധി അനുഭവപ്പെട്ടു എന്നുവരികിലും തന്റെ വാക്കുകൾ പാലിക്കുക എന്നുള്ളത് കാര്യമായിട്ട് രാജാവ് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന യോഹന്നാന്റെ ശിരസ് വെട്ടാൻ വേണ്ട ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ആ ശിരസ് ഛേദിച്ച് ഒരു താരത്തിൽ കൊണ്ടുവന്ന് രാജാവിനെ കൊടുക്കുന്നു. രാജാവ് അത് ഈ ബാലികയെ ഏൽപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വലിയ തെറ്റായിപ്പോയി എന്ന് രാജാവിന്റെ മനസാക്ഷി രാജാവിനോട് പറയുന്നുണ്ട്. ധാർമ്മികമായിട്ടുള്ള വലിയൊരു തെറ്റ്, വലിയൊരു കുറ്റമാണ് താൻ ചെയ്തത്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത വലിയൊരു പാതകമാണ് താൻ ചെയ്തത് എന്നുള്ള ആ കുറ്റബോധം രാജാവിനെ പിന്തുടരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിൽ ഉള്ളത് എന്ന് കേട്ടപ്പോ ഒരു വിഭ്രാന്തി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. താൻ കൊന്ന യോഹന്നാൻ മാംദാനയുടെ ആത്മാവാണ് യേശുവിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന രീതിയില് രാജാവിനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാണ്. യോഹന്നാനെ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വിവരണമനുസരിച്ച് അവിടെ കൂടിയിരുന്ന ആളുകളോ യേശുവിന്റെ ശിഷ്യന്മാരോ യേശുവിനെ വിവരമറിയിക്കുന്നു, ഇങ്ങനെ ഒരു അപകടം, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം തന്നെ. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അതിനെ സമാധാനത്തോടുകൂടി ജീവിക്കുക സാധ്യമല്ല എന്നുള്ള സാമാന്യമായ ഒരു തത്വം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ഇന്നത്തെ സുവിശേഷത്തിന് സാധിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ.